ഒന്നില്ലെങ്കിൽ നിങ്ങൾ ജെന്യുവൻലി ഈ ക്ലബ്ബ് നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും ബോധവാന്മാരല്ല. കളി കാണാൻ പോകുന്ന ഈ ജനറൽ പബ്ലിക്കിനോടൊക്കെ എനിക്ക് ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ. തികച്ചും നാടകീയമായ രംഗങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഒഡീഷ FC മത്സരത്തിലും അതിനു മുൻപും ശേഷവും ഒക്കെ കലൂരിൽ അരങ്ങേറിയത്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ, ഇഫ് യു ആർ എ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻ, ദർ ആർ നോ നോർമൽ ഡേയ്സ് അറ്റ് ദിസ് ക്ലബ്. മുഹമ്മദ് നെസ്സിക്കെതിരെയുള്ള മത്സരത്തിൽ മഞ്ഞപ്പടയുടെ പ്രോട്ടസ്റ്റിൽ വന്ന പോരായ്മകളെ ഞാൻ ചൂണ്ടിക്കാണിച്ചു. ആ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ എടുത്തു പറഞ്ഞിരുന്നു, എൻ്റെ ഉദ്ദേശം മഞ്ഞപ്പടയെ അടച്ചാക്ഷേപിക്കുകയല്ല, മറിച്ച് അവരുടെ നിലപാട് എന്ത് തന്നെയായാലും അത് സാധാരണക്കാരിലേക്ക് നല്ല ക്ലാരിറ്റിയിലേക്ക് എത്തിക്കുവാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണെന്ന്. ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേരാണ് കമന്റ് ബോക്സിൽ മഞ്ഞപ്പടയ്ക്കെതിരെ വലിയ ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നത്. പക്ഷേ അവരിൽ ആരും ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ, തെളിവുകൾ നിരത്താതെ വെറുതെ ആരോപണങ്ങൾ മാത്രം ഉന്നയിച്ചതുകൊണ്ട് തന്നെ ഞാൻ അതിന്റെ വേരൊന്നും തേടി പോവുകയോ അതിനെ അമിതമായി പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്തില്ല. കാരണം ആരോപണങ്ങൾ ആർക്കും ഉന്നയിക്കാം, പക്ഷെ അതിനെയൊക്കെ ബാക്ക് ചെയ്യാനുള്ള ഫാക്ട്സോ എവിഡൻസോ നമ്മുടെ കയ്യിലില്ലെങ്കിൽ ഇതിനൊന്നും വലിയ പ്രസക്തി ഇല്ലാണ്ടാവും. ഈ സംഭവത്തിന് ശേഷം മഞ്ഞപ്പട മാനേജ്മെന്റിന്റെ കയ്യിലെ കളിപ്പാവകളാണെന്ന് ഒരുപാട് പേർക്ക് തോന്നിയിരുന്നു. അവർ ആ പ്രൊട്ടസ്റ്റ് കൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതൊരു വലിയ ആവശ്യം തന്നെയായിരുന്നു. അതുപോലെ തന്നെ അവരിപ്പോൾ എടുത്തിരിക്കുന്ന നടപടികളെ പ്രശംസിക്കാതിരിക്കാനും വയ്യ. ഒഡീഷയ്ക്കെതിരായ മത്സരം കാണാൻ ഞാൻ സ്റ്റേഡിയത്തിൽ പോയിരുന്നില്ല, പക്ഷേ ഈസ്റ്റ് ഗാലറിയിൽ ഉണ്ടായിരുന്ന ഓരോ മഞ്ഞപ്പട റെപ്രസെന്റേറ്റീവിനും അവരെ സപ്പോർട്ട് ചെയ്ത ഓരോ സാധാരണക്കാരനും എൻ്റെ വക ഒരു ബിഗ് സല്യൂട്ട്. കാരണം നമ്മൾ ഓരോ ഗോൾ അടിച്ചപ്പോഴും ഔട്ട് 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 മാനേജ്മെന്റ് ഔട്ട് എന്നുള്ള ചാൻഡ് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ TV-യിൽ കേട്ടു. വികാരഭരിതരായി ഈ ക്ലബിന് ഇപ്പൊ ആവശ്യമുള്ള കാര്യങ്ങൾ അവരാരും തന്നെ മറന്നില്ല. എടുത്ത നിലപാടിൽ ഉറച്ചു നിന്നു. ഒരു കണക്കിന് അത് തന്നെയായിരുന്നു ഒരു വിജയത്തിനേക്കാളും കൂടുതൽ നമ്മുടെ ക്ലബിന് ഇപ്പൊ ആവശ്യം. പിന്നീട് ഈ മത്സരത്തിന് ശേഷം ഉണ്ടായ ആ ഒരു ഇൻസിഡന്റ് ആണ് ഏറ്റവും വലിയ ചർച്ചാ വിഷയമായത്. മഞ്ഞപ്പട വൈക്കിംഗ് ക്ലാപ്പ് അടിക്കാൻ വന്ന പ്ലെയേഴ്സിനെ പിണക്കി വിട്ടു എന്നൊക്കെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന ആരോപണങ്ങൾ. ഇതുകൊണ്ടാണ് ഞാൻ പണ്ടേ പറഞ്ഞത്, കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന്റെ ജീവിതം ഒരു വലിയ ഐറണിയാണ്. ഈ സോഷ്യൽ മീഡിയയിൽ മഞ്ഞപ്പടയെ കുറ്റപ്പെടുത്തുന്ന ഒരുത്തനും കളി കാണാൻ പോയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഞാനും നിങ്ങളും ഒക്കെ വീട്ടിൽ ഇരുന്ന് കളി കണ്ടപ്പോൾ ആ സ്റ്റേഡിയത്തിൽ പോയി അവരുടെ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കിയതിലാണോ മഞ്ഞപ്പടയ്ക്ക് തെറ്റുപറ്റിയത്? ഈ ഒരു മെന്റാലിറ്റി ഉള്ള സോഷ്യൽ മീഡിയ ഫാൻസിനെ അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാനൊരു കാര്യം കൂടെ പറയാം. ഇനി എങ്ങാനും മഞ്ഞപ്പട അവിടെ വൈക്കിംഗ് ക്ലാപ്പ് കൊടുത്തിരുന്നെങ്കിൽ ഈ സെയിം ആൾക്കാർ തന്നെ വന്ന് പറഞ്ഞേനെ, ഇപ്പൊ കണ്ടില്ലേ ഇവന്മാര് പ്രൊട്ടസ്റ്റ് ഒക്കെ മറന്നു, കളി ജയിച്ചോണ്ട് ഇപ്പൊ ആർക്കും ഒരു പ്രശ്നവും ഇല്ലെന്നൊക്കെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു സംഘടന എന്ന രീതിയിൽ മഞ്ഞപ്പട ശരിക്കും ചെകുത്താന്റെയും കടലിന്റെയും നടുക്ക് പെട്ട പോലെയാണ് എനിക്ക് തോന്നുന്നത്. അവരെന്ത് ചെയ്താലും കുറ്റം കണ്ടുപിടിക്കാനായി സോഷ്യൽ മീഡിയയിൽ ഒരു നിലപാടുമില്ലാത്ത കടല് പോലെ കുറെ പേര്, അതുപോലെ തന്നെ അധികാരത്തിന്റെ ഹുങ്ക് ഉപയോഗിച്ച് പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്ന ചെകുത്താന്മാരായ ക്ലബ് അധികാരികൾ മറ്റൊരിടത്ത്. ജസ്റ്റ് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. കഴിഞ്ഞ സീസണിൽ ഏതാണ്ട് ഈ സമയമൊക്കെ ആയപ്പോൾ പഞ്ചാബിനോട് നമ്മൾ കൊച്ചിയിൽ തോറ്റിരുന്നു. ആ ഒരു പെർഫോമൻസിന് ശേഷം നമ്മുടെ ഫാൻസും ചാനൽ ലീഡറും ഒക്കെ പ്ലേയേഴ്സിനോട് പ്ലേ ഫോർ ദ ബാഡ്ജ് എന്ന് പറഞ്ഞൊരു ഡിമാൻഡ് മുന്നോട്ട് വെച്ചപ്പോൾ നമ്മൾ എല്ലാവരും കൈയടിച്ചില്ലേ? അന്ന് ഈ പ്ലേയേഴ്സ് ഒക്കെ ഇത് കേട്ട് നിന്നല്ലോ. നമ്മൾ അന്ന് കളി തോറ്റുകൊണ്ട് പ്രശ്നമില്ല, ഇന്ന് പക്ഷെ നമ്മൾ ജയിച്ചിരുന്നല്ലോ, അതാണ് പ്രശ്നം എന്നുള്ള അഭിപ്രായമുള്ളവരാണ് നിങ്ങളെങ്കിൽ എനിക്ക് നിങ്ങളോട് ഒന്നും പറയാനില്ല. കാരണം ഒന്നില്ലെങ്കിൽ നിങ്ങൾ ജെന്യുവൻലി ഈ ക്ലബ്ബ് നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും ബോധവാന്മാരല്ല. മഞ്ഞപ്പട ചെയ്യുന്ന ടിഫോയും സെലിബ്രേഷനും ഒക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും ഒക്കെ സ്റ്റാറ്റസ് ആക്കും, പക്ഷെ അവരൊരു നിലപാടെടുത്താൽ അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല. ഇത് തന്നെയാണ് ഈ ക്ലബിനെ വേട്ടയാടുന്ന ഏറ്റവും വലിയ വിരോധാഭാസം. ഞാൻ ജനറൽ പബ്ലിക്കിൽ ഉൾപ്പെടുന്ന ഒരു ആരാധകനാണ്. എൻ്റെ സീസൺ ടിക്കറ്റ് ഈസ്റ്റ് ഗാലറിയിലാണെങ്കിൽ പോലും ഇതുവരെ ഞാൻ ഒഫീഷ്യലി മഞ്ഞപ്പടയിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ളൊരു മെമ്പർ ഒന്നും അല്ല. എന്നെ പോലെ തന്നെ ഒരുപാട് ഫാൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. ആൻഡ് കളി കാണാൻ പോകുന്ന ഈ ജനറൽ പബ്ലിക്കിനോടൊക്കെ എനിക്ക് ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ, നമ്മുടെ സപ്പോർട്ട് ഇല്ലാണ്ട് ഈ പ്രൊട്ടസ്റ്റ് വിജയിക്കില്ല. ഒരു സംഘടനയെ കൊണ്ടാവുന്ന ഇനീഷ്യേറ്റീവ് മഞ്ഞപ്പട എടുക്കും എന്നവരിപ്പോൾ തെളിയിച്ചു കഴിഞ്ഞു. ഇനി അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ചുമതല. ഈ ക്ലബിന് ഒരു നല്ല കാലം വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ നിലപാടുകളെയൊക്കെ ഇങ്ങനെ അടച്ചാക്ഷേപിക്കാതിരിക്കുക. സമാധാനപരമായിട്ടൊരു പ്രൊട്ടസ്റ്റ് റാലി പോലും സംഘടിപ്പിക്കാൻ അനുവദിക്കാത്തൊരു ഓണർഷിപ്പാണ് നമ്മുടേത്. അവർ നമുക്കൊക്കെ പുല്ല് വിലയാണ് നൽകുന്നത്. സ്റ്റാറയെ സാക്ക് ചെയ്ത വീഡിയോയ്ക്ക് ശേഷം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു യുദ്ധത്തിന്റെ തുടക്കമാണ്. ആൻഡ് ഈ പോരാട്ടത്തിൽ നമ്മൾ ഫാൻസ് ഒരുമിച്ച് നിൽക്കണം. നമ്മുടെ ഇടയിൽ തന്നെ ഇങ്ങനെ രണ്ട് അഭിപ്രായങ്ങൾ വരുവാണെങ്കിൽ ഇത്രയും ക്രുക്കഡായ ഒരു ഓണർഷിപ്പിനെതിരെയുള്ള ഈ ഫൈറ്റിൽ നമുക്ക് എന്ത് ചാൻസ് ആണുള്ളത്? മഞ്ഞപ്പട മുന്നോട്ട് വെച്ച ഡിമാൻഡുകളും കൺസേണുകളും അഡ്രസ് ചെയ്യാൻ ഇവരൊരു മീറ്റിംഗ് പോലും സംഘടിപ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഓൺലൈനിലും ഓഫ്ലൈനിലും ഇത്രയും പ്രതിഷേധം നടക്കുമ്പോഴും ക്ലബിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് പോലും ഇത് കണ്ട ഭാവം പോലും നടിച്ചിട്ടില്ല. എന്നിട്ടും ISLന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ലൂണ തിരിഞ്ഞു നടന്നു പോകുന്ന ആ റീല് ഏതാനും മണിക്കൂറുകളിൽ എടുത്ത് കളയാനും ഒരു പ്രൊട്ടസ്റ്റ് റാലിയെ പോലീസ് സ്ട്രെങ്ത് ഉപയോഗിച്ച് അട്ടിമറിക്കാനും ഇവർക്ക് സമയമുണ്ട്. ഇതൊക്കെ അനുവദിച്ചു കൊടുക്കാൻ ഇതെന്താ വെള്ളരിക്ക പട്ടണോ? ഇവരൊക്കെ തീരുമാനിക്കുന്ന പോലെ ഈ ക്ലബിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകാനാണെങ്കിൽ നമ്മളെ ഫാൻസ് എന്ന് വിളിക്കുന്ന
വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ, അടിമകൾ എന്ന് വിളിച്ചാൽ പോരെ. അതെന്തായാലും ഇനി വേണ്ട. ഞാൻ ഇതൊക്കെ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആർമി കേൾക്കാൻ കൂടി തന്നെയാണ്. നിങ്ങളുടെ നിലപാട് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഓണർഷിപ്പിന്റെ തീരുമാനങ്ങളൊന്നും നമ്മുടെ ക്ലബിനെ പിന്നോട്ട് വലിക്കുന്നില്ല എന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? അതോ മഞ്ഞപ്പട ഇങ്ങനെ ഒരു നിലപാടെടുത്തുകൊണ്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് പ്രവർത്തിച്ച് വേറെ ആരെങ്കിലും പ്രീതിപ്പെടുത്തലാണോ നിങ്ങളുടെ ഉദ്ദേശം? ഇതിനൊക്കെ നിങ്ങളൊരു ക്ലാരിറ്റി നൽകണം. അല്ലാണ്ട് കേക്ക് മുറിച്ച് ഇവിടെ ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ക്രെഡിബിലിറ്റിയെയും ക്വസ്റ്റ്യൻ ചെയ്യും. എന്തെങ്കിലും ഒരു അനീതി നമ്മുടെ മുമ്പിൽ നടക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാത്തത് അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. അത് നിങ്ങൾ മറന്നു പോകാതിരിക്കുക. നമ്മളെല്ലാവരും ഈ ഫൈറ്റ് ചെയ്യുന്നത് ഈ ക്ലബിന് നല്ലൊരു നാളേക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ പേഴ്സണൽ അജണ്ടകൾ മാറ്റിവെച്ച് നമ്മളെല്ലാവരും ഒന്നായി പൊരുതുന്നതല്ലേ അതിൽ ഏറ്റവും ഉചിതം. ഇനി ലൂണയ്ക്ക് വിഷമമായി അല്ലെങ്കിൽ പ്ലെയേഴ്സിനെ വെറുപ്പിക്കണ്ട എന്നൊക്കെ പറയുന്നവരോട് ഔട്ട് 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 മാനേജ്മെന്റ് ഔട്ട് എന്ന് പറയുന്നതിൽ ഒരു പ്ലെയറും പേഴ്സണലി ഹേർട്ട് ആവേണ്ട ഒരു കാര്യവുമില്ല. അതിലെവിടെയാണ് ഒരു പ്ലെയറിനെ പേഴ്സണലി ടാർഗറ്റ് ചെയ്യുന്ന വാക്കുകൾ? ഈ സീസണിന്റെ തുടക്കം മുതലേ ഏതെങ്കിലുമൊക്കെ പ്ലെയേഴ്സിനെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ഒരുപാട് പേര് വന്ന് അതിനെതിരെ സംസാരിക്കാറുണ്ട്. ഞാൻ ഇവരോടൊക്കെ എടുത്ത് പറയാറുണ്ട്, ഈ ലോകത്ത് ക്രിറ്റിസിസം അർഹിക്കാത്ത ഒരു പ്ലെയറും ജനിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ഒക്കെ കേട്ട് പിണങ്ങി വീട്ടിയിരിക്കാനാണെങ്കിൽ ഒരു പ്ലെയറും അവരെത്തിയ ഈ ലെവൽ വരെ എത്തുകയുമില്ല. നമ്മൾ ഒരു പ്ലെയറിനെയും അബ്യൂസ് ചെയ്യാത്തിടത്തോളം കാലം നമുക്ക് വേണ്ട ആവശ്യങ്ങൾക്കായി അവരെ കൺസ്ട്രക്റ്റീവ്ലി ക്രിട്ടിസൈസ് ചെയ്യുന്നതിൽ ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് തന്നെ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഈ ക്ലബ്ബിൽ നടക്കുമ്പോൾ ഒരു പ്ലെയറിനും കണ്ണടച്ച് ഇരുട്ടാക്കാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കുകയും വേണ്ട. ഈ ഫൈറ്റിനെ കുറിച്ച് എല്ലാ പ്ലെയേഴ്സും അറിഞ്ഞിരിക്കണം. എന്നാലേ അവരുടെ ഉള്ളിലും ഒരു ഫയറൊക്കെ വരുള്ളൂ. നമ്മൾ ഇന്ന് ചെയ്യുന്ന പല പ്രവർത്തികളായിരിക്കും നമ്മൾ പോലും പ്രതീക്ഷിക്കാത്തപ്പോൾ നാളെ നമുക്ക് തുണയാവുന്നത്. അതെല്ലാവരെയും ഒന്ന് ഓർമ്മപ്പെടുത്തണം എന്ന് എനിക്ക് തോന്നി. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യൂ. മഞ്ഞപ്പടയുടെ ഈ ഒരു നിലപാടിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കൂ. കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ മത്സരത്തിന്റെ റിവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും യു ടേക്ക് കെയർ. ബൈ ഫോർ നൗ.